ഇന്നത്തെ വീഡിയോയിൽ ഏത് തണുപ്പ് കാലത്തും നമുക്ക് നല്ല പ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇഡ്ഡലി പൊടിൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഇഡ്ഡലി ബാറ്റർ ഞാൻ ഉണ്ടാക്കുന്നത് അഗാരോൻ്റെ 3 ജാർ ബ്ലെൻഡറിലാണ്. അപ്പോൾ ബ്ലെൻഡർ നമുക്ക് ജ്യൂസ് അടിക്കാൻ മാത്രമല്ല കേട്ടോ, ഇതേപോലത്തെ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഉണ്ടാക്കാനും മറ്റ് നമ്മൾ കറി ഉണ്ടാക്കാനും എല്ലാത്തിനും ഈ ഒരു അഗാരോൻ്റെ ബ്ലെൻഡർ ഉപയോഗപ്പെടുത്താം കേട്ടോ. ഇത് 3 ജാറാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും അതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിന്നിപ്പോൾ ഇഡ്ഡലീൻ്റെ ബാറ്ററാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ 3 ആൾക്ക് വേണ്ടിയിട്ടുള്ള ഇഡ്ഡലിയാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാൻ 1 ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ, റേഷൻ കടയിൽ നല്ല അടിപൊളി പച്ചരിയാണ് എടുക്കുന്നത്. പിന്നെ മുഴുവനോടുള്ള ഉഴുന്നാണ്, അത് 1/2 ഗ്ലാസ്സാണ്. 1 ഗ്ലാസ്സിന് 1/2 ഗ്ലാസിൻ്റെയും കുറച്ചും കൂടി കുറച്ചെടുത്താലും മതി. അപ്പോൾ പിന്നെ ഞാൻ എടുക്കുന്നത് 1 ടീസ്പൂൺ ഉലുവയാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൽ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കുകയാണ്. മിനിമം ഒരു 6-7 മണിക്കൂറെങ്കിലും ഇത് കുതിർക്കണം. അപ്പോൾ രാവിലെ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ അത് റെഡിയാക്കി വെച്ചിട്ട് വൈകുന്നേരമാണ് ഞാനിത് അരച്ചെടുക്കാൻ പോകുന്നത്. ഈ അഗാരോൻ്റെ ബ്ലെൻഡർ ഞാൻ വാങ്ങിയിട്ടുള്ളത് എൻ്റെ ഉമ്മക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മുമ്പ് ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മനുവിന് പറഞ്ഞിട്ടില്ലേനു, അപ്പോൾ അത് വീണ്ടും പുതിയത് വാങ്ങിയതാണ്. ഇന്ന് ഞാൻ അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ ജാറാണ് കേട്ടോ എടുത്ത്. 3 ജാറുണ്ടല്ലോ, അതിൽ 1 വലുതാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഉഴുന്നാണ്. അപ്പോൾ ഉഴുന്ന് നമ്മൾ കുതിർത്ത് വെച്ച ആ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ അരയ്ക്കുന്നത്. അതാണ് നല്ല ഒന്നുകൂടി നമ്മൾ ഇഡ്ഡലി സോഫ്റ്റ് ആവാൻ വേണ്ടി സഹായിക്കും. വേറെ വെള്ളം എടുക്കണ്ട, അത് തന്നെ എടുത്താൽ മതി. പിന്നെ അതിന് സ്വിച്ചല്ല കേട്ടോ, ഇത് ആ ഒരു ജാറൊന്ന് പ്രസ് ചെയ്താലാണ് ഓണാകുക. പെട്ടെന്ന് തന്നെ 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ആ ഒരു അരഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ആ ഉഴുന്ന്. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഞാനിത് ഉപയോഗിച്ചതിൽ ഏറ്റവും നല്ല ബ്ലെൻഡർ തന്നെയാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ അഗാരോൻ്റെ തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി മോൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന്, അപ്പോൾ ഫ്രഷായിട്ട് നമ്മളതൊന്ന് ഉപയോഗിക്കുമ്പോൾ നല്ല രസമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ അത് 1-2 യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഉമ്മക്ക് കൊടുക്കുക കേട്ടോ. അത് ഞാൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന കേട്ടോ വിചാരിക്കുന്നത്. ഞാൻ ഈ ഗരം മസാല പൊടിക്കുകയും പിന്നെ അതേപോലത്തെ പൊടിക്കാനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ കൂടുതലും ജ്യൂസാണ് കേട്ടോ അതിൽ അരച്ചെടുക്കൽ. പിന്നെ ഇതിൽ ഇതേപോലെ നമ്മൾ പച്ചരിയൊക്കെ അരയ്ക്കും എന്നുള്ള ആ ഒരു ചിന്ത ഒന്നും നമുക്ക് വന്നിട്ടില്ല ഇനി. പക്ഷേ അതൊക്കെ നല്ല അടിപൊളിയാണ്. അതേപോലെ തന്നെ ഈ ഒരു അഗാരോൻ്റെ ഈ സാധനം ഉണ്ടല്ലോ ബ്ലെൻഡർ, അത് കൂടുതൽ യൂസ് ആകുക ഈ ബാച്ചിലേഴ്സിനാണ് കേട്ടോ. കാരണം നമ്മളൊരു ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ ഒരുപാട് യൂസ് ചെയ്യണ്ടേ. പക്ഷെ ഇത് നല്ലതാണ് കേട്ടോ, അടിപൊളി തന്നെ. ഉഴുന്ന് അരച്ച് മാറ്റിയതിന് ശേഷം ഞാനിതാ വീണ്ടും അതിലേക്ക് പച്ചരി ചേർത്തിട്ടുണ്ട്. നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഈ ചോറും ചേർത്തിട്ടുണ്ട്. ഈ അരി അരയ്ക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരയ്ക്കേണ്ട കേട്ടോ, ചെറിയൊരു തരിതരിയോട് കൂടിയിട്ട് വേണം അരയ്ക്കാനായിട്ട്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഒരുപാട് ലൂസായി പോകണ്ട. പിന്നെ ഈ തണുപ്പത്ത് ആണല്ലോ, നല്ല തണുപ്പാണ്. ഇപ്പം നമ്മളിവിടെയൊക്കെ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്, നല്ല സുഖമാണ് കേട്ടോ കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ കുക്കറിലാണ് ഞാൻ ഈ ഒരു മാവ് വെക്കുന്നത്. എന്താ വെച്ചാൽ ഈ തണുപ്പത്ത് നല്ലോണം പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നും അപ്പക്കാരോ അങ്ങനത്തെ ഒന്നും ഞാനിതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഈ അഗാരോൻ്റെ ബ്ലെൻഡർ യൂസ് ചെയ്യാനും നല്ല സുഖമാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ യൂസ് ചെയ്യും. ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊഡക്റ്റൊന്നുമല്ല അത്. പിന്നെ കുക്കറിലേക്ക് ആ അരി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നതിൻ്റെ ശേഷം നമ്മൾ കൈയൊക്കെ നല്ലോണം കഴുകിയിട്ട് ഒരു 5 മിനിറ്റോളം നമ്മളിതൊന്ന് നല്ലോണം കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ ഒരു ഇതൊക്കെ ചേർന്നാലേ ഉള്ള ഒരു പുളിപ്പ് വരുള്ളൂ, ചെറിയൊരു പുളിപ്പ് വേണം. പിന്നെ ഞാൻ ആ ജാറ് മിക്സി എന്നാണ് പറയുന്നത്, ആ ജാറ് കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ട. ഒരുപാട് ലൂസായി പോണ്ട, ഒത്തിരി ലൂസായും തോന്നുന്നുണ്ട് കേട്ടോ എൻ്റെത്. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഒരു മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും അങ്ങനെ വെക്കുക കേട്ടോ നല്ലത്. പിന്നെ അത് ക്ലീൻ ചെയ്യാനും നല്ല ഈസിയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഉപയോഗം കഴിഞ്ഞ പാടനെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തേക്കണം കേട്ടോ. എങ്കിൽ എന്നെ കൊണ്ടുള്ളൊരു ഇക്കാകനൊരു അഭിപ്രായം, സാധനങ്ങളൊന്നും സൂക്ഷിക്കില്ല എന്നാണ്. പെട്ടെന്ന് കേടാവുകയും ചെയ്യും, അത് ഒഴിവാക്കുകയും ചെയ്യും. അത് റിപ്പയർ ചെയ്യുക അങ്ങനത്തെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു പരാതി. അതുകൊണ്ട് ഞാനിപ്പോൾ നല്ലോണം സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കേട്ടോ യൂസ് ചെയ്യലും നല്ല കെയറിങ് കൊടുക്കലും ഉണ്ട്. അപ്പോൾ ആ ഒരു ചീത്തപ്പേര് എന്തായാലും ഒന്ന് മാറിക്കിട്ടണം. ഈ ഒരു ജാറും ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഇഡ്ഡലിപ്പൊടിയല്ല ഉണ്ടാക്കണ്ടേ. അപ്പോൾ കായാണ് ആദ്യം പൊടിക്കുന്നത്, അതിനോട് ഒത്തിരി എണ്ണ വേണം കേട്ടോ. അപ്പോൾ ആ പാന് ചൂടായതിലേക്ക് കായ ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട്, ഇനി പൊടിയാണ് നിങ്ങളെ കയ്യിലെങ്കിൽ അത് ചേർത്താലും മതി. പിന്നെ ഒരു 50 ഗ്രാം അരിയുണ്ടോ, ചോറ് വെക്കുന്ന അരി ഒന്ന് വറുത്ത് നല്ല രീതിയിൽ പൊരിയിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 50 ഗ്രാം ഉഴുന്ന്, 50 ഗ്രാം കടലപ്പരിപ്പ് എന്നിവയൊക്കെയാണ് ഞാൻ ഈ നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നത്. ഈ കടലപ്പരിപ്പൊക്കെ എന്തായാലും നല്ല രീതിയിൽ വറുക്കണം. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു റോസ് സ്മെല്ല് ഉണ്ടാവുമല്ലോ,
ഒരു പച്ചമണം അത് മാറണമെങ്കിൽ നല്ലോണം വറക്കണം. പിന്നെ 10 ഈ മുളകാണ് കേട്ടോ എടുത്ത് ഞെട്ടി മാറ്റിയിട്ടില്ല, അത് പൊടിക്കാൻ നേരം മാറ്റിയാൽ മതി. പിന്നെ അതൊരു 4 പിന്നെ തണ്ട് കറിവേപ്പിൻ്റെ ഇല നല്ലോണം കഴുകി ഉണക്കിയതും കൂടി ഇതിലേക്ക് നന്നാക്കി ചൂടാക്കി എടുക്കുന്നുണ്ട്. കറിവേപ്പിൻ്റെ ഇല ഇനി കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. എരിവ് നല്ലോണം ഈ മുളക് ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കുരുമുളകാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഈ കുരുമുളകിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള ചെറിയ ജീരകം കൂടി ചേർക്കുക. ഞാൻ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അതവിടെ കല്ലുപ്പ് ഞാൻ അതേ പാനിലിട്ടിട്ട് അതൊന്ന് ഉണക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വറുത്തെടുത്തതൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഈ അകാരോൻ്റെ ചെറിയ ഒരു ജാറുണ്ട് കേട്ടോ, ഈ ഗ്രൈൻഡ് ചെയ്യുന്ന ജാറാണ്, അതിലാണ് പൊടിക്കുക. നമ്മൾ ഗരം മസാലയും മറ്റുള്ള പൊടികളൊക്കെ അതിൽ പൊടിച്ചെടുത്താൽ മതി. പിന്നെ അത് 2 ഭാഗമാക്കിയിട്ടാണ് പൊടിക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാനും പിന്നെ നമ്മൾ ഒരുപാട് തിക്കായിട്ട് ഇട്ട് കൊടുത്താൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമോ എന്നുള്ളതിലും അങ്ങനെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ പൊടിയാണ് കേട്ടോ. നല്ലോണം ചൂടാക്കിയത് കൊണ്ടും നല്ല രീതിയിൽ നല്ല മൂർച്ചയാണല്ലോ ഇതിന്. അപ്പോൾ അതുകൊണ്ടും അങ്ങനെ അത് പൊടിച്ചെടുക്കുന്നുണ്ട് 2 ബാച്ചായിട്ട്. പിന്നെ ആ 2ാമത്തെ ബാച്ചിലാണ് ഞാൻ ചെറിയ ജീരകം പൊടിച്ചതിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് ഉണക്കി വെച്ചിട്ടുള്ള ഉപ്പും കൂടി ആവശ്യത്തിന് ചേർക്കുക. എന്നിട്ട് അതും കൂടി പൊടിച്ചെടുത്തതിന് ശേഷം രണ്ടും കൂടി മിക്സ് ചെയ്യാണ് കേട്ടോ ചെയ്തത്. ഈ ഒരു ഇഡ്ഡലിപ്പൊടി ഉണ്ടല്ലോ, അതിന് എന്താണ് ഇഡ്ഡലിപ്പൊടി എന്ന് പേര് എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് ചമ്മന്തിപ്പൊടി എന്ന് പറഞ്ഞാൽ പോരെ. ഇതിൽ ഇഡ്ഡലിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതല്ലേ, എന്താണ് അങ്ങനെ ഒരു പേര് വന്നതെന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. ഞാനിങ്ങനെ പൊടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കാക വന്നത്. അപ്പോൾ പിന്നെ കുറച്ച് കാക നോക്കുകയാണ്, അതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയതാണ് ഇപ്പോൾ. അപ്പോൾ ഞാനിത് നെയ്യ് കൂട്ടിയിട്ടാണ് കഴിച്ചത്, ഇക്കാക്ക വെളിച്ചെണ്ണ കൂട്ടിയിട്ട്. അപ്പോൾ കാക്ക പറയേണ്ടത് വെളിച്ചെണ്ണ കൂട്ടിയിട്ടാണ് ടേസ്റ്റ് എന്ന്. അപ്പോൾ ഉപ്പൊക്കെ പാകമാണോ? ഉപ്പ് ഒരുപാട് ആവാനും ഇവിടെ ഉപ്പ് വലിയ പ്രശ്നമാണ് കേട്ടോ, കുറച്ച് കൂടുതലായാൽ പ്രശ്നമാണ്. അതുകൊണ്ട് കുറഞ്ഞ ഉപ്പേ പാടുള്ളൂ. പിന്നെ നല്ലൊരു പൊടിച്ചതിന് ശേഷം നല്ലൊരു ബോട്ടിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറേ നാൾ വരെ കേടുകൂടാതെ ഇരിക്കും കേട്ടോ, നല്ല രീതിയിൽ നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ. പിന്നീട് ആ ഒരു ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ജാറുണ്ടല്ലോ, അത് നല്ല രീതിയിൽ കഴുകി തുടച്ച് നല്ല നീറ്റാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ്. പിറ്റേന്ന് രാവിലെ ഒരു 6:30 മണിയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും ഞാനിതാ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് എടുത്ത് നോക്കുകയാണ്. അത് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ തലേന്ന് തന്നെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി. പിന്നെ അതേപോലെ ഇഡ്ഡലി തട്ടിന്ന് പെട്ടെന്ന് നമുക്ക് ഇഡ്ഡലി കിട്ടാനുള്ള ചെറിയൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ നമ്മൾ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഇഡ്ഡലി ചെമ്പിൽ ഇറക്കി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാവണം. അത് ചൂടായതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ആകുമ്പോഴാണ് പെട്ടെന്ന് തന്നെ കിട്ടുക. മാത്രമല്ല ഒന്ന് നല്ലോണം തണുത്തതിന് ശേഷം നമ്മൾ ഇഡ്ഡലി തട്ടുന്ന് എടുക്കാവൂ കേട്ടോ. പിന്നെ മാവ് ഓരോന്നായിട്ട് കോരി ഒഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിൽ ഷേപ്പോട് കൂടിയിട്ട് ഇഡ്ഡലി കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നത് അലൂമിനിയത്തിൻ്റെ ഇഡ്ഡലി തട്ടിൽ വെക്കണം. ഇതാകുമ്പോൾ എനിക്ക് തോന്നുന്നു ചില സമയത്ത് അതിൻ്റെ വക്കൊക്കെ ഒരു ഷേപ്പില്ലാത്ത രീതിയിൽ കിട്ടലുണ്ട് കേട്ടോ. വല്ലപ്പോഴും എനിക്ക് നല്ല രീതിയിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന രീതിയിൽ കിട്ടുള്ളൂ. പിന്നെ അതിൽ ഇഡ്ഡലിപ്പൊടി ഉണ്ടെങ്കിലും ഞാൻ കാക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കുകയാണ്. ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. ഇനി അതെല്ലാം കൂടി ചുവന്നുള്ളിയും പിന്നെ കുറച്ചധികം ചുവന്നുള്ളിയും പിന്നെ അതേപോലെ ഈ വെണ്ടയും എല്ലാം കൂടി കൂട്ടിയിട്ട് ചെറിയൊരു സിമ്പിൾ സാമ്പാറാണ്. കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല ആ സൈഡ് ഭാഗമൊക്കെ ഒരു ഇതുണ്ട്, പക്ഷെ എന്നാലും നല്ല സോഫ്റ്റാണ് കേട്ടോ, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇഡ്ഡലി ഇഷ്ടമില്ലാത്തക്കാക്ക പോലും ഇന്ന് ഇഡ്ഡലി കഴിച്ചിട്ടുണ്ട്. ഇനി നെയ്യ് ബട്ടർ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ നെയ്യ് ഒന്ന് ഉരുക്കിയിട്ടാണ് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ല 100% ഞാൻ ഗ്യാരണ്ടിയാണ്. എന്തായാലും ഈ ഒരു അളവിലൊന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. പക്ഷേ കാക്കൻ്റെ ഒരു അഭിപ്രായം നെയ്യിനെക്കാട്ടും ടേസ്റ്റ് വെളിച്ചെണ്ണ കൂട്ടിയിട്ടാണെന്നാണ്. അപ്പോൾ ഞാൻ നെയ്യും കാക്ക വെളിച്ചെണ്ണയാണ് കേട്ടോ. കാരണം വെളിച്ചെണ്ണയും കൂട്ടിക്കുന്നു നെയ്യും കൂട്ടിക്കുന്നു. അപ്പോൾ അതിൽ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒറ്റക്കാണ് കേട്ടോ. അപ്പോൾ കാക്ക നേരത്തെ തന്നെ കഴിച്ചു പോയിട്ടുണ്ടായിന്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നുപോകല്ലേ. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.